സൈന്യാധിപനായ ഭീഷ്മപിതാമഹൻ ശംഖനാദം പുറപ്പെടുവിച്ച ഉടൻ തന്നെ യുദ്ധത്തിന് ഉത്സാഹം വർദ്ധിച്ച കൗരവപ്പട ശംഖം, വേരി, പണവം, മാനകം, ഗോമുഖം എന്നിങ്ങനെയുള്ള പല വാദ്യങ്ങളെ മുഴക്കി എല്ലാ നാദങ്ങളും ഒന്നായി ചേർന്ന് സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയെ പ്രകമ്പനം കൊള്ളിച്ചു. എന്നാൽ ശബ്ദം വർദ്ധിച്ചു എന്നല്ലാതെ ആ ശബ്ദശ്രവണങ്ങളെ കൊണ്ട് പാണ്ഡവരെ കുളുക്കുവാനായില്ല. തന്നെയുമല്ല, ഭീഷ്മാദികൾ യുദ്ധത്തിനൊരുങ്ങിയെന്ന് ശംഖനാദത്താൽ ശ്രവിച്ചിരിക്കുന്ന ലക്ഷ്മീ വല്ലഭനായ സകല പ്രാണികളുടെയും ഹൃദയത്തിലിരുന്ന് സർവേന്ദ്രിയങ്ങളെയും പ്രേരിപ്പിക്കുന്ന സർവേശ്വരനായ ശ്രീകൃഷ്ണ ഭഗവാൻ ശൈബ്യം, സുഗ്രീവം, മേഘപുഷ്പം, വലാഹകം എന്നിങ്ങനെയുള്ള പേരുകളിൽ സുപ്രസിദ്ധങ്ങളായിരിക്കുന്ന ശ്വേതവർണ്ണത്തോടു കൂടിയ 4 കുതിരകളെ പൂട്ടിയിരിക്കുന്ന അഗ്നിഭഗവാനാൽ നൽകപ്പെട്ട മഹത്തരമായ തേരിലിരുന്നു കൊണ്ട് പാഞ്ചജന്യമെന്ന പരമപാവനമായ ശംഖിനെയും രാജസൂയ യാഗാവസരത്തിൽ സർവരാജാക്കന്മാരെയും ജയിച്ച് യാഗത്തിനാവശ്യമായ ധനത്തിനെ കൊണ്ടുവന്ന വില്ലാളി വീരനായ അർജുനൻ ദേവദത്തമെന്ന ശംഖിനെയും മുഴക്കിക്കൊണ്ട് യുദ്ധഭൂമിയിൽ നിലയുറപ്പിച്ചു.